ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു വേൾഡ് ഓഫ് ലേണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ 3rd യൂണിറ്റിലെ 6 ഡോട്ട്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് 3 എംബ്രേസിങ് ഡിഫറൻസസ്. എംബ്രേസിങ് ഡിഫറൻസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റുള്ളവരുടെ ഡിഫറൻസസുകൾ, അതായത് വ്യത്യസ്തമായ ആളുകളെ അംഗീകരിക്കുന്നതും അപ്രിഷ്യേറ്റ് ചെയ്യുന്നതിൻ്റെയൊക്കെ ആവശ്യകതയാണ് നമ്മൾ ഈ യൂണിറ്റിൽ പറയുന്നത്. നമ്മളുടെ സമൂഹത്തിൽ ഒരുപാട് ആളുകളുണ്ടാവും അല്ലേ? ഒരുപാട് ഇന്നബിലിറ്റീസ് ഉണ്ടാവുന്ന ആളുകളുണ്ടാവാം. അതുപോലെ തന്നെ പാവപ്പെട്ടവർ, പണമുള്ളവർ, അങ്ങനെ ഡിഫറൻസ് ഒരുപാടുണ്ട് സമൂഹത്തിൽ. പക്ഷേ എല്ലാവരെയും അംഗീകരിച്ച് ഒരുമിച്ച് ജീവിക്കുന്നതിലാണ് നല്ലൊരു സമൂഹമുള്ളത്. അപ്പം അതിൻ്റെ ആവശ്യകതയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ അടിയിൽ ഒരു ഫേമസ് കോട്ട് തന്നിട്ടിരിക്കുന്നുണ്ട്. ഓൺട്രി ലോഡ് എന്ന് പറയുന്ന ഒരു ഫേമസ് റൈറ്ററുടെ കോട്ടാണിത്. ഇറ്റ് ഈസ് നോട്ട് അവർ ഡിഫറൻസസ് ദാറ്റ് ഡിവൈഡ് us, ഇറ്റ് ഈസ് അവർ ഇന്നബിലിറ്റി ടു റെക്കഗ്നൈസ്, അക്സെപ്റ്റ് ആൻഡ് സെലിബ്രേറ്റ് ദോസ് ഡിഫറൻസസ്. എന്താ പറയുന്നത്? ഒരിക്കലും നമ്മളുടെ ഡിഫറൻസസ് അല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു സമൂഹത്തിൽ നിന്ന് വേർതിരിക്കുന്നത്. എന്താണ് അത്? നമ്മളുടെ ഇന്നബിലിറ്റിയാണ്. എന്താണ്? മറ്റുള്ളവരുടെ ഡിഫറൻസുകളെ റെക്കഗ്നൈസ് ചെയ്യാനും അക്സെപ്റ്റ് ചെയ്യാനും സെലിബ്രേറ്റ് ചെയ്യാനുമുള്ള നമ്മളുടെ ഇന്നബിലിറ്റിയാണ് നമ്മളെ ഒരു സമൂഹത്തിൽ നിന്ന് വേർതിരിച്ച് നിർത്തുന്നത് എന്നാണ് പറയുന്നത്. നമുക്ക് സ്റ്റോറിയിലേക്ക് പോയാലോ? അതിന് തൊട്ട് മുന്നേ ആയിട്ട് ഡോർവേ എന്ന് പറഞ്ഞിട്ട് കുറച്ച് സൈൻസ് കൊടുത്തിട്ടുണ്ട്. എന്തിൻ്റെയൊക്കെയാണ് ആ സൈൻ? ഫസ്റ്റ് വൺ എന്താ? കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം അല്ലേ? ഫസ്റ്റ് വൺ എന്താണ്? കണ്ണ് കാണാത്ത ആളുടെ ഒരു സൈനാണുള്ളത്. ആ സ്റ്റിക്കൊക്കെ കണ്ടാൽ നമുക്കറിയാം. രണ്ടാമത്തത് എന്താണ്? ചെവി കേൾക്കാത്ത ആളെ സൂചിപ്പിക്കുന്നു. മൂന്നാമത്തത് എന്തായിരിക്കും? സംസാരശേഷി നഷ്ടപ്പെട്ട ആളുകൾ, അല്ലേ? ആംഗ്യ ഭാഷയൊക്കെ കാണിക്കുന്ന സംസാരശേഷി നഷ്ടപ്പെട്ട ആളുകളെ ആയിരിക്കും ആ മൂന്നാമത്തത് സൂക്ഷിക്കുന്നത്. നാലാമത്തെ എന്താണ്? ചലനശേഷി നഷ്ടപ്പെട്ട ആളുകളെയാണ് നാലാമത്തത് സൂചിപ്പിക്കുന്നത്. അപ്പം ഇവിടെ 2 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളോട് ചോദിക്കുന്നത്. വാട്ട് ഡു ദീസ് സൈൻസ് മീൻ? അത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വൈ ഡു യു തിങ്ക് ദീസ് സൈൻസ് ആർ ഇമ്പോർട്ടൻറ്റ് ഇൻ പബ്ലിക് പ്ലേസസ്? ഇതുപോലുള്ള സൈനുകൾ നമ്മൾക്ക് പബ്ലിക് പ്ലേസസിൽ ആവശ്യമുണ്ടോ? എന്തിനായിരിക്കും ആവശ്യം? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെയുള്ളതാണ് അല്ലേ? അപ്പം ഇതുപോലെ കുറച്ച് ഇന്നബിലിറ്റീസൊക്കെ ഉള്ള ആളുകൾക്കും എന്താണ് സമൂഹത്തിൽ ജീവിക്കാനുള്ള അർഹതയുണ്ട്. അപ്പോൾ അവരെയും കൂടി ഉൾക്കൊള്ളിക്കുന്നതായിരിക്കണം നമ്മുടെ സമൂഹം. അപ്പം നമുക്ക് ആ സ്റ്റോറിയിലേക്ക് പോയാലും ഒരു ബ്യൂട്ടിഫുള്ളായ സ്റ്റോറിയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഹൗ ഡു വിഷ്വലി ചലഞ്ചഡ് പീപ്പിൾ ലേൺ അബൌട്ട് ദ വേൾഡ് അറൗണ്ട് ദം? എങ്ങനെയാണ് അതായത് കാഴ്ചശക്തി ഇല്ലാത്ത ആളുകൾ അവരുടെ പുറമേയുള്ള ലോകത്തെ പറ്റി അറിയുന്നത്? ലെറ്റ്സ് റീഡ് ദ ഇൻസ്പയറിംഗ് സ്റ്റോറി ഓഫ് ലൂയിസ് ബ്രെയിൽ ഹൂ ചേഞ്ച് ദ വേൾഡ് ഓഫ് വിഷ്വലി ചലഞ്ചഡ് പീപ്പിൾ. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ലൂയിസ് ബ്രെയിൽ എന്ന് പറയുന്ന ഒരു ഫേമസ് ആളുടെ സ്റ്റോറിയാണ്. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ഹി ഹാസ് ഇൻഫ്ലുവൻസ്ഡ് ദ വിഷ്വലി ചലഞ്ച്ഡ് പീപ്പിൾ. ഒരുപാട് കാഴ്ചശക്തി ഇല്ലാത്ത ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്ത ഇൻസ്പയറിംഗ് സ്റ്റോറിയാണത്. അപ്പം നമുക്ക് നോക്കിയാലോ? 6 ഡോട്ട്സ്. സോ സ്റ്റാർട്ട് ചെയ്യാം. മൈ ലൈഫ് ചേഞ്ച്ഡ് ദാറ്റ് ഡേ. ഐ ഹാഡ് ബീൻ പ്ലേയിങ് വിത്ത് പപ്പാസ് owl. It proved too sharp for my eyes. You are too careless, Louis, Papa cried in distress. എന്താണ്? ലൂയിസ് തൻ്റെ ജീവിതത്തിൽ സംബന്ധിച്ച ആ സുപ്രധാനമായ കാര്യത്തെപ്പറ്റി പറയാണ്. അവൻ്റെ ജീവിതം മാറ്റിമറിച്ച ദിവസമായിരുന്നു അത്. എന്ത് ചെയ്യായിരുന്നു അവൻ? ഹി ഹാഡ് ബീൻ പ്ലേയിങ് വിത്ത് ഹിസ് പപ്പാസ് ആൾ. എന്താ? ഒരു ഉളി എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയില്ലേ? ആ ഉളിയൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യായിരുന്നു? കളിക്കുകയായിരുന്നു. ഇറ്റ് പ്രൂവ്ഡ് ടു ഷാർപ്പ് ഫോർ ഐസ്. ആ പിക്ചറിൽ കാണുന്ന പോലെ പെട്ടെന്ന് എന്താണ് സംഭവിച്ചത്? ആ ഉളി വന്ന് അവൻ്റെ കണ്ണിലേക്കാണ് പതിച്ചത്. യു ആർ ടു കെയർലെസ് ലൂയിസ്. നീ ഒട്ടും ശ്രദ്ധിക്കുന്നില്ല മോനെ എന്ന് പറഞ്ഞ് ഒരു ടെൻഷനും ഒരു എന്താ പറയുക സങ്കടവും ഒക്കെ കൂടി ആയിട്ട് പപ്പ കരഞ്ഞുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ഓടുകയാണ്. എന്താ സംഭവിച്ചത്? എ ഹീലർ ബാൻഡേജ് മൈ ഐ, ബട്ട് ദറ്റ് ബാൻഡേജ് ഇറ്റ്സ് സോ മച്ച്. My hands, like the sparrows in the tree, were small and quick. I couldn't keep them away. I didn't mean to make things worse, but I did. എന്താ സംഭവിച്ചത്?
A healer bandaged my eyes. So, but the bandage itched so much. എന്ത് ചെയ്തു? ബാൻഡേജ് വെച്ചു കണ്ണിൽ. പക്ഷേ ആ ബാൻഡേജ് അത്രമാത്രം അവൻ്റെ കണ്ണിന് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? അത്രമാത്രം എന്താ പറയുക, എരിവ് ഒക്കെ ഫീൽ ചെയ്യുമെന്നുണ്ടായിരുന്നു. മൈ ഹാൻഡ്സ് ലൈക്ക് ദ സ്പാരോസ് ഇൻ ദ ട്രീ വർ സ്മോൾ ആൻഡ് ക്യുക്ക്. എന്ത് ചെയ്തു? അവൻ്റെ കൈകൾ ലൈക്ക് സ്പാരോസ് ഇൻ ദ ട്രീയിലെ കുരുവികളെ പോലെയായിരുന്നു. അതായത് അത്ര ചെറുതും ക്യുക്കുമായിരുന്നു. അതിന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഐ കുഡിൻ കീപ് ദം എവേ. അവൻ ആ കൈകളെ അവിടെ നിന്ന് മാറ്റാൻ പറ്റില്ല എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ ബാൻഡേജ് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ അവന് ഭയങ്കര ചൊറിച്ചിലൊക്കെ ഫീൽ ചെയ്തിട്ട് ആ ബാൻഡേജിൻ്റെ ഇടയിലൂടെ അവൻ കൈയിടുകയും തൂക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ വന്നാൽ നിങ്ങൾക്കറിയാം എന്താ സംഭവിക്കുക. മുറിവിനൊക്കെ ഇങ്ങനെ നമ്മൾ വെറുതെ തൊടുകയൊക്കെ ചെയ്തിട്ടുണ്ട്, എന്താവും? ഗ്രാജുവലി അത് ഇൻഫെക്ഷൻ ആവൂല്ലേ? അതുപോലെ തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. ഐ ഡിഡിൻ മീൻ ടു മേക്ക് തിങ് വേഴ്സ് ബട്ട് ഐ ഡിഡ്. ഒരിക്കലും അവൻ എന്താക്കണം എന്ന് വിചാരിച്ചില്ല, കാര്യങ്ങൾ വഷളാക്കണം എന്നൊന്നും വിചാരിച്ചിരുന്നില്ല. പക്ഷേ അവൻ അറിയാതെ തന്നെ കാര്യങ്ങൾ വഷളാവുകയായിരുന്നു. എന്താ സംഭവിച്ചത്? ദ ഇൻഫെക്ഷൻ സ്പ്രെഡ് ടു മൈ അതർ ഐ അഞ്ചിൽ ഐ കുഡ് സീ നത്തിങ് അറ്റ് ഓൾ. എന്ത് സംഭവിച്ചു? അങ്ങനെ ഒരു കണ്ണിലുണ്ടായിരുന്ന ഇൻഫെക്ഷൻ അടുത്ത കണ്ണിലും കൂടി സ്പ്രെഡ് ചെയ്ത് അവൻ എന്താ? കാഴ്ച നഷ്ടമായി. നോ ട്രീസ് ഓർ സ്പാരോസ്, നോ ഫേസസ്, നോ ലോവ്സ് ഓഫ് ബ്രെഡ്. ബൈ ദ ടൈം ഐ ടേൺ 5 ഐ വാസ് കംപ്ലീറ്റ്ലി ബ്ലൈൻഡ്. അങ്ങനെ അവൻ ആ ഒരു 5 വയസ്സായപ്പോഴത്തേനും അവൻ എന്ത് പറ്റി? പൂർണ്ണമായും അവൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. My world was dark and dangerous. I stumbled about the house, banging into the chairs, the walls, the door. My body ashed. Where is the sun? I cried. എന്താണ്? പെട്ടെന്ന് കണ്ണ് അതുവരെ കണ്ടുകൊണ്ടിരുന്ന ഒരാൾക്ക് പെട്ടെന്ന് കാഴ്ച നഷ്ടമാകുമ്പോൾ എന്താ പറയുക, അതൊരു വല്ലാത്ത അവസ്ഥയാണ് അല്ലേ? അവൻ്റെ ജീവിതം മൊത്തം ഇരുട്ടിലായിപ്പോയി. അവൻ എന്ത് ചെയ്തു? അവൻ്റെ ആ റൂമിലും വീട്ടിലും എല്ലായിടത്തും ചെയറിലും വാൾസിലും ഒക്കെ തൊട്ട് നോക്കുകയാണ്. എന്ത് ചെയ്യാണ്? എന്തെങ്കിലും ഒന്ന് മനസ്സിലാവാൻ. പക്ഷേ അവനൊന്നും മനസ്സിലാവുന്നില്ല. വേർ ഈസ് ദ സൺ? ഐ ക്രൈഡ്. ഒരു തുള്ളി പ്രകാശം പോലും അവൻ്റെ കണ്ണിൽ ഉണ്ടായിരുന്നില്ല. ബട്ട് ദ സൺ ഡിഡ് നോട്ട് കം. ഐ സാറ്റ് ബൈ ദ വിൻഡോ ട്രെയിനിങ് മൈ ഇയേഴ്സ് ടു ഡു വാട്ട് മൈ ഐസ് കുഡ് നോട്ട്. പിന്നീട് അവൻ സംഭവിക്കുന്നത് എന്താണ്? അവൻ വിൻഡോവിൻ്റെ അടുത്തിരുന്ന് അവൻ്റെ ഇയേഴ്സിനെ ട്രെയിൻ ചെയ്യുന്നതാണ്. അവൻ്റെ കണ്ണുകൾക്ക് കഴിയാത്തത് കേൾക്കാൻ വേണ്ടി അവൻ്റെ ഇയേഴ്സിനെ ട്രെയിൻ ചെയ്യുന്നു. ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലേ? കണ്ണ് കാണാത്ത ആളുകൾക്ക് കേൾവി ശക്തി കൂടുതലായിരിക്കും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതെന്താണ്? അവരങ്ങനെ ട്രെയിൻ ചെയ്തെടുക്കുന്നതാണ്. അവരുടെ കണ്ണ് കാണാത്തത് കൊണ്ട് കാര്യങ്ങളെ കാണുന്നത് പോലെ ചെറിയ സൗണ്ട് വെച്ചിട്ടാണെങ്കിൽ പോലും കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് അവർ ശ്രമിക്കും. അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ ലൂയിസും ശ്രമിക്കുന്നത്. ക്ലാങ് ബാങ് കിഷ് കിഷ്, ദാറ്റ് വാസ് പപ്പ ഇൻ ഹിസ് ഷോപ്പ്. ഈ ഒരു സൗണ്ട് കേൾക്കുന്ന സമയത്ത് അവൻ എന്ത് മനസ്സിലാവും? അവൻ്റെ പപ്പ ഷോപ്പിലാണുള്ളത് എന്ന് മനസ്സിലാവും. സ്വൂഷ് സ്വിഷ്, സ്വൂഷ് സ്വിഷ്. ഈ സൗണ്ട് കേട്ടാൽ എന്താണ് അവന് മനസ്സിലാവുക? ലോങ് സ്കേർട്ടഡ് ലേഡീസ് ഹറിയിങ് ടു മാർക്കറ്റ്. അങ്ങനെ ഒരു സൗണ്ട് കേട്ടിട്ടുണ്ട് അവന് മനസ്സിലാവും വളരെ തിടുക്കത്തിൽ ലേഡീസ് മാർക്കറ്റിലേക്ക് പോകുന്നതിൻ്റെ ഒച്ചയാണത്. ക്ലാം 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 സ്റ്റോംപ്. ഇത് കേട്ടാൽ എന്താണ് മനസ്സിലാവുന്നത്? സോൾജിയേഴ്സ് മാർച്ചിങ് ഡൗൺ ദ സ്ട്രീറ്റ്. ആ സ്ട്രീറ്റിലെ താഴ്വരയിലൂടെ സോൾജിയേഴ്സ് നടന്നു പോകുന്നതായിട്ട് ഈ ഒച്ചയിലൂടെ അവന് മനസ്സിലാക്കാൻ സാധിച്ചു. ഗിർ ഗിർ, റഫ് റഫ്, ഗിർ. ഈ സൗണ്ടിലൂടെ അവൻ എന്താണ് മനസ്സിലായത്? ദ നൈബേഴ്സ് ആംഗ്രി ഡോഗ് ചെയിൻഡ് ടു ടൈറ്റ്. അതായത് അയൽവക്കത്തുള്ള ദേശീയക്കാരനായ പട്ടീനെ ഭയങ്കര ടൈറ്റായിട്ട് ചെയിൻ ചെയ്തിരിക്കുകയാണെന്നുള്ളത് മനസ്സിലാവും. ചെങ്ങലിട്ടിരിക്കുക എന്നുള്ളത് മനസ്സിലാവും. മൈ ഫാമിലി ഡിഡ് വാട്ട് ദേ കുഡ്. പപ്പ മെയ്ഡ് എ വുഡൻ കെയിൻ. അവൻ്റെ ഫാമിലി അവന് സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു. പപ്പ അവൻ എന്തുണ്ടാക്കി കൊടുത്തു? കണ്ണ് കാണാത്തവരൊക്കെ കുത്തിപ്പിടിക്കുന്നത് കണ്ടിട്ടില്ലേ? ഒരു മരം കൊണ്ടുള്ള വടി അവനുണ്ടാക്കി കൊടുത്തു. ഈച്ച് ഡേ ഐ വോക്ക്ഡ് എ ലിറ്റിൽ, ടാപ്പ് 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 ടാപ്പ്, continuing the steps between the house and the garden, the vineyard and the chicken coop, the bakers and the millers, and back to Papa's shop. അങ്ങനെ പപ്പ ഉണ്ടാക്കി കൊടുത്ത വുഡൻ കെയിൻ്റെ സഹായത്തോടു കൂടി എന്നും രാവിലെ അവൻ അങ്ങനെ എണീറ്റ് പതുക്കെ ടാപ്പ് ടാപ്പ് ടാപ്പ്, അത് കുത്തി പോകുന്നതിൻ്റെ സൗണ്ടാണ്. അങ്ങനെ സ്റ്റെപ്പ് കൗണ്ട് ചെയ്ത്
ഗാർഡനിലും വീട്ടിലും അതുപോലെ വയനാടിലും ചിക്കൻ കൂപ്പിലും ബേക്കേഴ്സ് മില്ലേഴ്സ് അങ്ങനെ എല്ലാ ഷോപ്പുകളിലും ഒക്കെ പോകാൻ അവൻ ശീലിച്ചു. ബാക്കി ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ കേൾക്കാം കേട്ടോ.